വന്യജീവി സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വനം കൺകർ ലിസ്റ്റിലാണല്ലോ. അതുകൊണ്ട് 1000 കോടി രൂപ അതിന് അനുവദിക്കണമെന്ന് കേരളത്തിലെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നു ബജറ്റിൽ. അത് അനുവദിക്കാത്തതാണ്. അല്ല, മറ്റു കുറേ വിഷയങ്ങളുണ്ട്. രാത്രിയാത്രാ നിരോധനം, റെയിൽവേ, കർഷകരുടെ പട്ടയം. പക്ഷേ 2 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മറ്റ് കുറേ കാര്യങ്ങൾ കോടതിയിലും മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുന്ന വിഷയങ്ങളാണ്. എന്നാലും കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചതൊക്കെ പരിഹരിക്കാം. പ്രിയങ്ക ഗാന്ധി വിചാരിച്ച രാത്രിയാത്രാ നിരോധനവും റെയിൽവേയും നാളെ തന്നെ വരാൻ കഴിയും. സിദ്ധരാമയ്യയോട് അനുകൂല നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. പക്ഷേ അതൊന്നും അവർ ഇടപെടുന്നില്ല. പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നൊരു രീതി എന്താ വെച്ചാൽ, വയനാട്ടിൽ വന്നാൽ രാത്രിയാത്രാ നിരോധനത്തിനെതിരാണെന്ന് പറയും, കർണാടകയിൽ പോയി അവരുടെ കൂടി നിൽക്കും. ഇങ്ങനത്തെ ഒരു ഇരട്ടത്താപ്പ് നയമാണ് അവർക്ക് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വനം ഭേദഗതിക്ക് ഇനിഷ്യേറ്റീവ് ചെയ്യില്ല എന്ന് പ്രിയങ്ക ഗാന്ധി അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വകാര്യ ബില്ല് അവതരിപ്പിക്കണമെന്ന ആവശ്യം വയനാടൻ ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ എംപിയോട് ആവശ്യപ്പെടുന്നത്. ഈ അവിടെ ചൂരൽമലയിലെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സമരം നടക്കുന്നു. രണ്ട് കൂട്ടായ്മകളായിട്ടാണ് സമരം നടക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സമരം എങ്ങനെയാണ് ഇടതുമുന്നണി ആ സമരങ്ങളെ കാണുന്നത്? അവരുന്നയിക്കുന്ന ആവശ്യങ്ങളിൽ രണ്ടും ഗവൺമെൻറ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന്, അവരാവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അർഹതപ്പെട്ട ഗവൺമെൻറ് നയം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അർഹതപ്പെട്ട ഒരാൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല. കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ആരെയും ഉൾച്ചേർക്കാവുന്നതേ ഉള്ളൂ. അതിന് 2 തരം മാനദണ്ഡങ്ങളാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് ഫേസ് 1 എന്ന് പറയും. ഫേസ് 1-ൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ, അവിടെ 242 പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആരെങ്കിലും വിട്ടുപോയാൽ കൂട്ടിച്ചേർക്കും, അതിനൊരു തടസ്സം അവിടെയില്ല. രണ്ടാമത്തെ ഫേസ് 2 ആണ്. വീടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ജോൺ മത്തായി കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ താമസയോഗ്യമല്ല സുരക്ഷിതമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് ഇപ്പോൾ 81 പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലും നമുക്ക് പരാതിയും ആക്ഷേപമൊക്കെ ഉന്നയിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. ഫേസ് 2-ൽ എ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബിയിൽ ഒരു പ്രശ്നം അവിടെ ഇല്ല, പക്ഷേ മറ്റുള്ളവരും പോകുമ്പോൾ ഇവർ ഒറ്റപ്പെട്ടു പോകും, അവരെയും കൂടി മാറ്റേണ്ടതുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ് ജനാധിപത്യപരമായിട്ടാണ് ചെയ്യുന്നത്, ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ്. മറ്റൊരു ആവശ്യം പ്രധാനമായി ആവശ്യം വന്നിരിക്കുന്നത്, നെടുമ്പാലയിൽ 10 സെൻറ്റും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 5 സെൻറ്റുമാണ്. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാം. പക്ഷേ 5 സെൻറ്റ് എന്നുള്ളത് കുറച്ച് ന്യായമായ ആവശ്യമാണെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രി തന്നെ, റവന്യൂ മിനിസ്റ്റർ തന്നെ കഴിഞ്ഞ ദിവസം ഇത് ഞങ്ങൾ പരിഗണിക്കുന്ന വിഷയമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സമരരംഗത്തേക്ക് പോകേണ്ട അന്തരീക്ഷമല്ല അവിടെ ഉള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നീങ്ങേണ്ടതാണ്. പക്ഷേ സമരത്തിലുള്ളവർ ഉന്നയിക്കുന്ന ആവശ്യം, സമരം എല്ലാവർക്കും ചെയ്യാനുള്ള അവകാശമുണ്ട്, ജനാധിപത്യ രാജ്യത്തിനകത്ത് അവകാശമുണ്ട്. ഞങ്ങളതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം LDFും ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. 28-ാം തീയതി റവന്യൂ മിനിസ്റ്റർ വയനാട്ടിൽ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാവും. അവിടെ യാതൊരു പ്രശ്നവും അക്കാര്യത്തിലില്ല. സമരം നടത്തുന്നുണ്ട് ഇവിടെ. പ്രിയങ്ക ഗാന്ധിയെ കണ്ടിരുന്നു ഇവിടെ വന്നിട്ട്. രാഷ്ട്രീയം മറന്നുകൊണ്ട് LDF നടത്തുന്ന സമരമാണ് ഇവിടെ. പക്ഷേ അതിൽ പ്രിയങ്ക ഗാന്ധിയെ അല്ല, പ്രിയങ്ക ഗാന്ധി വയനാട്ടുകാർ വരുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ വന്നു എന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് വരണ്ടേ? ഇതെല്ലാം ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ. ഞങ്ങൾ അങ്ങോട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. അവർ ഞങ്ങളുടെ MP അല്ലേ. ഞങ്ങളുടെ MP എന്ന നിലയ്ക്ക് അവർ ഇങ്ങോട്ട് വരേണ്ടതാണ്. ഇനി 1 മണി വരെ സമയമുണ്ട്. അവർ വന്നാൽ നിങ്ങളൊക്കെ ഉള്ള അറിയിച്ചോളി. വന്നാൽ ഞങ്ങൾ വലിയ സന്തോഷം. യോജിച്ച സമരത്തിന് ഞങ്ങൾ തയ്യാറാണ്.